ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലാഡ്ലി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് പ്ലാനിനെ കുറിച്ച് ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ എങ്ങനെയാണ് നമ്മളൊരു ID രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അത് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റഫർ ലിങ്ക് ഒന്ന് നോക്കാം. റഫർ ലിങ്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു റഫർ ലിങ്കാണ് എടുക്കുന്നത്. ആ റഫർ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പേജ് വരും. ഓക്കെ, ഇതുപോലത്തെ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പോൺസർ ഐഡിയും നിങ്ങൾക്ക് ആരാണോ റഫർ ലിങ്ക് തരുന്നത് അവരുടെ റഫറൽ ഐഡിയും സ്പോൺസറിൻ്റെ പേരും ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ആരിൻ്റെ ഐഡിയ ആണോ രജിസ്റ്റർ ചെയ്യുന്നത് അവൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ഇവിടെ സെലക്ട് കൺട്രി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനായിരിക്കും ഇന്ത്യ എന്ന് കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കണം. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, പാസ്വേഡ് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പേജ് വരും. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ വരും. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് സൂക്ഷിച്ച് വെക്കുക. കാരണം ID ലോഗിൻ ചെയ്യാനുള്ളതാണ്. ഞാനിപ്പോൾ ഇത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതൊക്കെ കാണിച്ചത് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡായി, പക്ഷേ യൂട്യൂബ് അത് റിമൂവ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഓപ്ഷൻ ഞാൻ ഈ ഒരു ID രജിസ്റ്റർ ചെയ്യണതും അതുപോലെ രജിസ്റ്റർ നൗ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബാക്കി ഭാഗങ്ങൾ ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ആ ID രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇനി ഇത് എൻ്റെ സൈറ്റാണ്. എൻ്റെ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്തതിന് ശേഷം ഈ മുകളിൽ കാണുന്ന ഈ 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ബൈ ഫണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ കാണാം 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ ഫണ്ട് ട്രാൻസ്ഫർ ഞാനിപ്പോൾ ID രജിസ്റ്റർ ചെയ്ത IDയിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ അതിൻ്റെ ആ യൂസർ ID ഇവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ $5 ടൈപ്പ് ചെയ്യുക. പൈ ടൈപ്പ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ഫണ്ട് എന്ന് കൊടുത്താൽ സക്സസ് ആയി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ആ ID ലോഗിൻ ചെയ്യണം. അപ്പോൾ എൻ്റെ ID ലോഗൗട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ആ ID ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ആ ID യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജ് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻവാലിഡ് എന്നാണ് കാണുക. ഓക്കെ, ഇൻവാലിഡ് എന്ന് കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഇവിടെ ഈ ഒരു ഡോട്ടിൽ പോവുക. അപ്പോൾ നമുക്കിവിടെ $5 സെൻഡ് ചെയ്തത് ഇവിടെ ഫണ്ട് വാലറ്റിൽ വന്നിട്ടുണ്ടാവും. വേണ്ട, ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ പോവുക, ഇതേ ഓപ്ഷൻ എടുക്കുക, മെനു ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് ഗിവ് ഹെൽപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഗിവ് ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജ് കാണാം. അപ്പോൾ നമുക്കിവിടെ കാണാം $5 ഫണ്ട് വാലറ്റിലുണ്ട്. ഇവിടെ നമുക്ക് 5 വാലറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ മാത്രം നിങ്ങളൊന്ന് സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി എന്നായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെൽപ്പ് കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ വ്യക്തിയുടെ സ്പോൺസറിനാണ് നമ്മൾ ഹെൽപ്പ് കൊടുത്തത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെയൊക്കെ നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കാം. ഫണ്ട് ഇതുപോലെ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടോക്കൺ പോക്കറ്റ് വാലറ്റ് വഴിക്ക് പോയിട്ട് വേണം ഈ ഒരു ഇതിൻ്റെ വെബ്സൈറ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് പേജ് ഓപ്പൺ ആക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. കാരണം ഫണ്ട് വാലറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോക്കൺ പോക്കറ്റിൻ്റെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അത് അവിടെ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി ജസ്റ്റ് എൻ്റെ വാലറ്റിൽ ഒന്ന് കയറി നോക്കാം. എൻ്റെ വാലറ്റിൽ ഇവിടെ ഇപ്പോൾ എന്തായാലും എനിക്ക് 2 ആളുടെ വരുമാനമേ വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ മൊത്തം എൻ്റെ ബാലൻസ് $5 ഉണ്ട്. കാരണം വെച്ചാൽ $6 2 റഫറൽ ചെയ്തതും അതിന് പുറമെ
$1 ഇവിടെ ബാക്കി വന്നതുണ്ടാവും. കാരണം ഈ മെട്രിക്സ് പ്ലാനിലേക്ക് വന്നതിൻ്റെ ബാലൻസ് $1 കൂടി ചേർത്തിട്ടാണ് $5. ഇത് വന്നിട്ട് ഇതിൽ നിന്ന് ഒരു ₹5 നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ആയി പോകും. അത് നമ്മൾ മെനു ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മെനു ബാറിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം വാലറ്റിൽ നോക്കിയാൽ കാണാം ഇവിടെ എത്ര ആൾ ആക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗിവ് ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഈ $1 എൻ്റെ പ്രോഫിറ്റാണ്. ഇവിടെ നോക്കിയാൽ കാണാം കളറ് വ്യത്യാസം ഉണ്ടാവും. ഈ പച്ച കളറ് പോയിട്ട് ബ്ലാക്ക് ആകുമ്പോഴാണ് നമ്മൾ താഴെ 2 പേര് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 2 പേര് കംപ്ലീറ്റ് ആയി. ഇവിടെ 4 ആളുടെ പൈസ വരാനുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഇവരാണ് 4 ആളുടെ പൈസ എനിക്ക് ഈ എൻ്റെ രണ്ടാമത്തെ ലെവലിൽ വന്ന 4 ആളാണ് എനിക്ക് ഈ പറഞ്ഞ അടുത്ത $5 വീതം 4 ആളിൽ നിന്ന് വരുന്നത്. മനസ്സിലായില്ലേ? അത് ഇവർക്ക് ഈ ഭാഗത്തുള്ള 4 ആൾക്ക് ഇവർ വരുമ്പോഴാണ് എനിക്ക് ആ ക്യാഷ് അയക്കുക. ഈ 8 ആൾ എൻ്റെ മൂന്നാമത്തെ ലെവൽ ഫില്ലായി വരുമ്പോൾ ഓരോ വ്യക്തികളുടെ നിന്ന് കിട്ടാനുള്ള വരുമാനം ഇവിടെ കാണിക്കും. അങ്ങനെയാണ് ഇത് നമുക്ക് ഓരോ ലെവൽ അപ്ഗ്രേഡ് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യമായതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് റിസ്ക് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വർക്ക് ചെയ്യാം, നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ രജിസ്റ്റർ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു, അതുപോലെ ID എങ്ങനെ ആക്ടിവേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഫണ്ട് നമ്മുടെ വാലറ്റിൽ നിന്ന് മറ്റവർക്ക് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ടോക്കൺ പോക്കറ്റ് വാലറ്റിൽ നിന്നോ അല്ല മറ്റേ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് എങ്ങനെ ഫണ്ട് ബൈ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.